കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വൈകുന്നേരം കാളികാവിൽ നിന്നുള്ള ബസ് സർവീസ് നിലച്ചു. പുല്ലങ്കോട്, ചോക്കാട്, പൂക്കോട്ടുംപാടം ഭാഗത്തേക്കുള്ള യാത്രക്കാർ പെരുവഴിയിൽ. കഴിഞ്ഞ 2 വർഷത്തോളമായി ദുരിതമനുഭവിക്കുന്ന യാത്രക്കാർ നിയമ നടപടിക്കൊരുങ്ങുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ പേരിൽ നേരത്തെ ബസ്സുകൾ പകലിൽ പോലും സർവീസ് നിർത്തിയിരുന്നു. ഇപ്പോൾ ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായിട്ടും വൈകുന്നേരം 7 മണിക്ക് ശേഷം ബസ്സുകളൊന്നും ഈ റൂട്ടിൽ ഓടുന്നില്ല. KSRTC ബസ് പേരിനു മാത്രമാണ് ഈ മേഖലയിൽ സർവീസ് നടത്തുന്നത്. വൈകുന്നേരം 7:20, 7:50, 8:20, 9 എന്നീ സമയങ്ങളിൽ ബസ് സർവീസ് നിലച്ചിട്ട് കാലങ്ങളായി. ഇത് യാത്രക്കാരെ ദുരിതത്തിൽ ആക്കുകയാണ്. പെരിന്തൽമണ്ണ, മഞ്ചേരി ഭാഗത്തു നിന്നും വൈകുന്നേരം 7 മണിയോടെ കാളികാവിലെത്തുന്നവർക്ക് വീട്ടിലെത്താൻ നിലവിൽ ഒരു മാർഗമില്ല. ഓട്ടോ വിളിച്ചോ മറ്റോ സ്ഥലത്തെത്താൻ സാമ്പത്തിക കഴിവില്ലാത്തവർ നടന്നു പോകേണ്ട അവസ്ഥയാണുള്ളത്. ഏതൊരു നാടിനും ആവശ്യമായ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമാണ് ഒരു മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനം ആ നാട്ടിലുണ്ടാവുക എന്നുള്ളത്. ആയതിനടിസ്ഥാനത്തിൽ ഇന്നും നമ്മളിൽ പല ആളുകളും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൂടി പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രാധാന്യത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ പൊതുഗതാഗതം സംവിധാനം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിനും കുറവില്ല. ഈ വസ്തുതകൾ നിലനിൽക്കെ രാത്രി 7 മണിക്ക് ശേഷം നിലവിൽ കാളികാവ് നിലമ്പൂർ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിലും 7 മണിക്ക് ശേഷം കാളികാവിൽ നിന്ന് ചോക്കാട്, പൂക്കോട്ടുംപാടം, നിലമ്പൂർ ഭാഗത്തേക്ക് ബസ്സുകൾ ലഭ്യമല്ലാത്തൊരവസ്ഥയിലാണ് നാട്ടുകാരുള്ളത്. ഇത് സ്ത്രീകളും കുട്ടികളും അടക്കം ദൂരദേശങ്ങളിൽ നിന്ന് പോലും വരുന്ന യാത്രക്കാർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 7 മണിക്ക് ശേഷം ഈ ചോക്കാട് ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് ലഭ്യമല്ലാതെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് കാളികാവ് ജംഗ്ഷനിൽ പോയി നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കലെങ്കിലും 7 മണിക്ക് ശേഷമുള്ള ബസ്സുകൾ ലഭ്യമല്ലാതെ മറ്റു ഗതാഗത മാർഗങ്ങളെയും മറ്റു പരിചയക്കാരുടെ വാഹനങ്ങൾക്കൊക്കെ കൈകാണിച്ച് ഇവിടെ വീടണേണ്ട ഒരു സാഹചര്യം നേരിട്ട ആളുകളാണ് ഈ ഭാഗത്തെ ഭൂരിഭാഗം ആളുകളും. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ KSRTC ബസ്സുകളുടെ സർവീസുകൾ വളരെ കുറവായ നമ്മുടെ ഈ ഒരു പ്രദേശത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിലെ പ്രധാന നട്ടെല്ല് സ്വകാര്യ ബസ്സുകൾ തന്നെയാണെന്നുള്ളത് സംശയമില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ രാത്രി 7 മണിക്ക് ശേഷം കാളികാവിൽ നിന്ന് ചോക്കാട് ഭാഗത്തേക്കുള്ള ബസ്സുകളുടെ സർവീസുകൾ പുനരാരംഭിക്കണമെന്നാണ് ഈ അവസരത്തിൽ നാട്ടുകാർക്ക് പറയുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടില് ഒരു ക്രിയാത്മകമായ ഒരു ചർച്ച സംഘടിപ്പിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് രൂപപ്പെട്ട ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒപ്പുശേഖരണം നടത്തി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് പരാതി നൽകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്, അതിന്റെ നടപടിക്രമങ്ങളിലാണ് നാട്ടുകാർ എന്നാണ് നിലവിലിപ്പോ നിൽക്കുന്ന സ്റ്റാറ്റസ്. അതേസമയം ഈ സമയത്ത് ആളുകൾ കുറവാണ് എന്ന കാരണമാണ് ബസ് ജീവനക്കാർ പറയുന്നത്. അതേപോലെ നിലമ്പൂരിൽ നിന്നും കാളികാവിലേക്ക് 8 മണിക്കും 8:30 ഉണ്ടായിരുന്ന 2 ബസ്സും ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. ഇതും കടുത്ത യാത്രാക്ലേശമാണ് നാട്ടുകാർക്കുണ്ടാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്രാമ്പിക്കലിലെ ജനകീയ കൂട്ടായ്മ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ആദ്യപടിയായി ഭീമഹർജി ഗ്രാമപഞ്ചായത്തിനും RTOയ്ക്കും നൽകുന്നതിനുള്ള ഒപ്പുശേഖരണത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.